നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി തിരഞ്ഞെടുപ്പ് ഏവരും കാത്തിരിക്കുന്നതാണ്. രാജ്യതലസ്ഥാനത്ത് ആരധികാരത്തിലെത്തും എന്നുള്ളത് ആകാംക്ഷഭരിതമായി ഉറ്റുനോക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദില്ലി ജനത വിധി എഴുതി കഴിഞ്ഞു. 6 മണി വരെ നടന്ന പോളിംഗിൽ 60% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക് പുറത്തു വരുന്നത്. ഇനി ആര് ഭരിക്കും എന്നുള്ളത് 70 മണ്ഡലങ്ങളിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി തീരുമാനിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മുഖ്യമന്ത്രി അതിഷി തുടങ്ങിയവർ പല ബൂത്തുകളിലായി വോട്ടും രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നു. ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മുൻതൂക്കം ലഭിക്കുന്നത് BJPക്കാണെന്നുള്ളതാണ് ഏറ്റവും അധികം അമ്പരപ്പിക്കുന്നത്. ആം ആദ്മി തന്നെ വീണ്ടും 3ാം ടേമും ഒരു ഈസി വാക്ക് ഓവർ നടത്തുമെന്നുള്ള ശുഭപ്രതീക്ഷ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാളയം വിശ്വസിക്കുമ്പോഴാണ് BJP ഒരു അട്ടിമറി വിജയം അവിടെ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. PMARKന്റെ എക്സിറ്റ് പോൾ സർവേ ഫലത്തിൽ BJPക്ക് 39 മുതൽ 49 സീറ്റുകൾ വരെയാണ് 70 സീറ്റിൽ ലഭിക്കാനായി പോകുന്നതായി പ്രവചിക്കുന്നത്. ആം ആദ്മിക്ക് 21 മുതൽ 31 സീറ്റുകൾ വരെയും കോൺഗ്രസിന് 1 സീറ്റ് വരെ പരമാവധി ലഭിച്ചേക്കാമെന്നാണ് PMARK പറയുന്നത്. JVCയുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നത് BJPക്ക് വലിയ മുന്നേറ്റമാണ്. 39 മുതൽ 45 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. ആം ആദ്മിക്കാകട്ടെ 22 മുതൽ 31 സീറ്റുകൾ വരെയും കോൺഗ്രസിന് പരമാവധി 2 സീറ്റ് വരെയുമാണ് JVC പ്രവചനം. മാട്രിക്സ് എക്സിറ്റ് പോൾ ഫലത്തിൽ BJP 35 മുതൽ 40 സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത്. ആം ആദ്മിക്ക് 32 മുതൽ 37 സീറ്റ് വരെ നേടിയെടുക്കാനായി സാധിക്കുമെന്നും കരുതുന്നു. കോൺഗ്രസിന് 1 സീറ്റും പ്രവചിക്കുന്നുണ്ട്. ചാണക്യ സ്ട്രാറ്റജിസിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ BJPക്ക് തന്നെയാണ് വലിയ മുൻതൂക്കം പറയുന്നത്. 39 മുതൽ 44 വരെ സീറ്റുകളാണ് BJPക്ക് സാധ്യത പ്രവചിക്കുന്നത്. 25 മുതൽ 28 വരെ സീറ്റുകൾ ആം ആദ്മിക്കും പ്രവചിക്കുന്നു. കോൺഗ്രസിന് 3 സീറ്റുകൾ വരെ കിട്ടിയേക്കുമെന്നാണ് ചാണക്യ സ്ട്രാറ്റജീസ് എക്സിറ്റ് പോളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ BJPക്ക് 51 മുതൽ 60 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചനം. ആം ആദ്മിക്ക് 10 മുതൽ 19 സീറ്റ് വരെ ലഭിച്ച് അതിൽ തൃപ്തിപ്പെടേണ്ടി വരുമെന്നും കോൺഗ്രസിന് 1 സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള ഒരു പ്രവചന ഫലമാണ് പീപ്പിൾസ് പൾസിൽ പറയുന്നത്. BJPക്ക് വലിയ ഒരു മുൻതൂക്കമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോളിലാണ് BJPക്ക് ഏറ്റവും അധികം മേൽക്കൈ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു മന്ദഗതിയിൽ മുന്നോട്ട് പോയ പോളിംഗ് ഉച്ചയോടെ ഭേദപ്പെടുകയാണ് ചെയ്തത്. കലാപം നടന്ന വടക്ക് കിഴക്കൻ ദില്ലിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെയൊക്കെ നിർണായകമായ ഫലമായിരിക്കും ഉണ്ടാക്കുന്നത്. കോൺഗ്രസും അസദീൻ ഒവൈസിയുടെ പാർട്ടിയും പിടിക്കുന്ന വോട്ടുകൾ ആം ആദ്മിയുടെ വോട്ട് കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. മധ്യവർഗത്തെ ഏറ്റവും അധികം കയ്യിലെടുക്കാനായി ബജറ്റ് അടക്കം BJP സ്ട്രാറ്റജി മുന്നിലുള്ളപ്പോൾ അവരുടെ ഭൂരിപക്ഷ മണ്ഡലമായ നഗരമണ്ഡലങ്ങളിൽ വലിയ ആവേശമൊന്നും തന്നെ കണ്ടില്ല. നഗരമണ്ഡലമായ കരോൾ ബാഗിൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ബജറ്റിന്റെ പ്രയോജനം BJPക്ക് ഈ മേഖലകളിലൊക്കെ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. പോളിംഗ് ശതമാനത്തിൽ ആം ആദ്മിക്കും BJPക്കും നല്ല രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട്. നില മെച്ചപ്പെടുമെന്നുള്ള ഒരു കരുതൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വിജയപ്രതീക്ഷയിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളത് തുടക്കം മുതലുള്ള സൂചനയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.